ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് തനിക്ക് കിട്ടിയ പൈസ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ 75,000 രൂപയാണ് കിട്ടിയത്. അതിൽ 65,000 രൂപയ്ക്കുണ്ടെങ്കിൽ കിച്ചുവിന് ഒരു ബൈക്ക് എടുത്ത് കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അങ്ങനെ പ്രായപൂർത്തിയൊന്നും ആയില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ പേരിൽ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിലാണ് ആ വണ്ടി എടുക്കുകയും എന്നിട്ട് അവന് ഓടിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇത് കേട്ടപ്പോഴത്തേക്ക് ഇത്രേ കിട്ടിയോളൂ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കണക്ക് രേണു സുധിയുടെ കൂട്ടുകാരി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇഷ്ടം പോലെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് മാത്രം പൈസയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആകെപ്പാടെ കിട്ടിയത് 1,00,000 കൂടുതൽ മാത്രമേ ഉള്ളൂ, അതല്ലാതെ അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് ആ കൂട്ടുകാരി പറഞ്ഞത്. പക്ഷേ ഉണ്ട് ഈ രേണു പറഞ്ഞത് അങ്ങനെയല്ല, 75,000 രൂപ കിട്ടിയിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞതിൽ ആരാണ് പറയുന്നത് സത്യം എന്നുള്ളത് മനസ്സിലാവാൻ സാധിക്കുന്നില്ല. അതോടെ തന്നെ അവർക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, അത് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നും അറിയത്തില്ല. പിന്നെ പലവട്ടം ഉണ്ട് ഇത് കണക്ക് പറഞ്ഞിട്ടുണ്ട് പല വീടിൻ്റെ വാടക പോലും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നേരത്തെ താമസിച്ച്, അപ്പോൾ ഈ കിട്ടിയ പൈസയിൽ നിന്ന് അതുപോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. പിന്നെ ഇത് എത്ര കിട്ടി എങ്ങനെയെന്നുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല.